സാർ, ഞാനൊരു ഫ്രഷറാണ്. എനിക്ക് ടെക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് ടെക് ജോബ് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രഷേഴ്സിന് എസ്പെഷ്യലി കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറയുമ്പം ഞാനിപ്പോൾ എൻ്റെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് അവരോടും പറയാനുള്ളത്, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോൺസ്റ്റൻറ്റ് ലേണിങ്ങിനാണ്. അതായത് ടെക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായിരുന്നാലും ഡെയിലി മിനിമം 1 hour പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഈ ഫീൽഡിനെ കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടി മാറ്റിവെക്കും. രണ്ടാമതായിട്ട് ഇപ്പോൾ AI ടൂൾസൊക്കെ വന്നത് കാരണം ഹാർഡ് സ്കിൽസിനെക്കാട്ട് കൂടുതൽ കമ്പനീസ് നോക്കുന്നത് സോഫ്റ്റ് സ്കിൽസിനാണ്. അപ്പം അങ്ങനെയുള്ള സോഫ്റ്റ് സ്കിൽസ് എസ്പെഷ്യലി കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനും ടീം ബിൽഡിംഗ് സ്കില്ലിനും ലീഡർഷിപ്പ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. ദെൻ ഹാർഡ് സ്കിൽസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തണോ ജാവാസ്ക്രിപ്റ്റോ ഒക്കെ പഠിക്കും. കൂടാതെ ലീഡ് കോഡ് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. എനിക്ക് സ്കില്ലൊക്കെ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു റെസ്യൂമ് എല്ലാവരും ചെയ്യുന്ന റെസ്യൂം ബിൽഡ് ചെയ്യില്ല, മറിച്ച് ഞാൻ എൻ്റെ ഗിറ്റ്ഹബ് പ്രൊഫൈൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി നോക്കും. അതിനായിട്ട് ഞാൻ കുഞ്ഞു മുതൽ വലിയ പ്രൊജക്ട്സ് ചെയ്യും. എന്നിട്ട് ആ പ്രൊജക്ട്സിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉൾപ്പെടെ ലിങ്ക്ഡിനിലും ട്വിറ്ററിലൊക്കെ ഷെയർ ചെയ്യാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് ബ്ലോഗ് എടുക്കുന്ന ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഞാൻ ബിൽഡ് ചെയ്യും. ദെൻ ഒൺസ് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ നെറ്റ്വർക്കിംഗ്, ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയിൽ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, എനിക്ക് കമ്പനീസിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ സ്കിൽസ് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാനും ഫ്രീ ആയിട്ട് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അവിടെ സെഷൻ എടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക് തോന്നുന്നു നമുക്ക് ആ ഒരു ഫീൽഡിൽ നമ്മുടെ ലൊക്കാലിറ്റി തന്നെ നമ്മളൊരു തോട്ട് ലീഡറായിട്ട് കൺസിഡർ ചെയ്യും. നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് നമ്മൾ ജോബ് തേടി പോകാതെ ഇങ്ങോട്ട് ജോബ് ലഭിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. വൺസ് ജോബ് ലഭിച്ചാലും ഞാൻ ഒരിക്കലും എൻ്റെ പഠനം നിർത്തുകയില്ല. ഞാൻ എപ്പോഴും സ്കില്ല് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോലി ലഭിക്കുന്ന കമ്പനി ഞാൻ ഒരു മെൻറ്റർ, എന്നെക്കാട്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മെൻറ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നമ്മുടെ ജോലി കുറച്ചും കൂടി എളുപ്പത്തിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തേക്ക് ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, എന്ന് പറഞ്ഞാൽ ഹൈ സാലറിക്ക് വേണ്ടി നോക്കി അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഞാനിപ്പം മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ് സാലറിയെക്കാട്ടി കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാനിപ്പം ഏത് ജോബ് കിട്ടിയാലും, നല്ല എക്സ്പോഷർ ആയിരുന്നു ഏത് ജോബ് കിട്ടിയാലും ആദ്യമേ അതിലോട്ട് കയറാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്.